മാംഗല്യം. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. തിരുമേനിക്ക് മുകളിൽ ഉയർന്ന ശബ്ദത്തിൽ പെൺകുട്ടി മണ്ഡപത്തിൽ കയറില്ല എന്ന് പറയുന്ന കേട്ടതും എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് പോയി. അത്രയും ഉറക്കെ വിളിച്ചു പറഞ്ഞത് ആൽവിനാണെന്ന് കണ്ടതും എല്ലാവരുടെയും മുഖം ഒരുപോലെ ചുളിഞ്ഞു. ഇത് നമ്മുടെ പ്രസിഡന്റ് അല്ലേ? അല്ല, ഇങ്ങേർക്കിപ്പോ എന്താ ക്ഷേത്രത്തിൽ കാര്യം? പെണ്ണ് മണ്ഡപത്തിൽ കയറണ്ട എന്നൊക്കെ പറയണമെങ്കിൽ. ചുറ്റും കൂടിയുന്ന 10-25 പേരിൽ നിന്ന് പെട്ടെന്നാണ് സംസാര വിഷയമായി മാറിയത്. ഒപ്പം മണിക്കുട്ടിയും ആൽവിയും തമ്മിൽ പ്രേമമാണെന്നും വിളിച്ചിറക്കിക്കൊണ്ട് പോകാനാണ് അവൻ വന്നതെന്നും ഒക്കെയുള്ള സംസാരം നിമിഷ നേരം കൊണ്ട് അവിടെ കഴിഞ്ഞു. എന്താ ഇവിടെ? എന്താ പ്രശ്നം? തിരുമേനി ഇന്ദ്രനോടും അമ്മയോടും അജിത്തിനോടും കുടുംബത്തോടും ചോദിക്കുമ്പോഴേക്കും ആൽബി ആൾക്കാരെയൊക്കെ വകഞ്ഞു മാറ്റി അവർക്കടുത്തേക്ക് എത്തിയിരുന്നു. ഈ കല്യാണം നടക്കില്ല തിരുമേനി. അത് പറയാൻ നീ ആരാടാ? ചോദിച്ചുകൊണ്ട് തന്നെ ഇന്ദ്രൻ അവന്റെ തോളിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളി. ദേ ഇന്ദ്ര, ആവശ്യമില്ലാത്ത കയ്യാങ്കളിക്കാണ് നീ നിൽക്കുന്നതെങ്കിൽ പൊന്നുമോനെ കണക്ക് കൂട്ടി വെച്ചിരുന്നതിൽ നിന്ന് 2 എണ്ണം ഇപ്പോൾ തന്നെ ഞാനങ്ങ് തരും. ഇതൊരു ക്ഷേത്രമായതുകൊണ്ടും അതിന്റെ മര്യാദകൾ ഞാൻ പാലിക്കുന്നത് കൊണ്ടും നീ എന്റെ മുന്നിൽ 2 കാലിൽ ഇപ്പോഴും നിൽക്കുന്നത്. അവന്റെ തോളിൽ പിടിച്ചുയർത്തി ആൽബി ഒച്ചയെടുത്തതും അജിത്ത് വന്നവന്റെ കയ്യിൽ കയറി പിടിച്ചു. അവനെ വിടടാ, ഞങ്ങളുടെ കല്യാണം നടക്കില്ലെന്ന് പറയാൻ നീ ആരാ? അതും ക്ഷേത്രത്തിനകത്ത് കയറി ഒരു നസ്രാണി പറയുക എന്നൊക്കെ വെച്ചാൽ. ക്ഷേത്ര ഭാരവാഹികളെയും ചുറ്റുമുള്ളവരെയും എല്ലാം നോക്കിക്കൊണ്ട് അജിത്ത് ഏറ്റം വെച്ചു പറഞ്ഞു. ദേ മോനെ, കൊല്ലക്കുടിയിൽ സൂചി കുത്താൻ വരല്ലേ. നസ്രാണി നായരുമായിട്ടൊന്നുമല്ല ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. ആൽബി, ഇതൊരു കല്യാണം നടക്കാൻ പോകുന്ന സമയമാണ്. നിങ്ങള് ആണുങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ ഒരു വാക്കുതർക്കം ഇവിടെ ഇപ്പൊ ഈ നിമിഷം വേണ്ട. ക്ഷമിക്കണം തിരുമേനി, മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കണമെന്ന് കരുതി വന്നതല്ല. പക്ഷെ ഒരു കല്യാണം നടക്കുമ്പോൾ ചെറുക്കനും പെണ്ണിനും ഒരുപോലെ സമ്മതമായിരിക്കണം എന്നൊരു കാര്യമില്ലേ? അതിവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം കൺമുന്നിൽ നടക്കുന്നത് എങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റും? അത് ഞാനെന്ന വ്യക്തിക്കും പറ്റില്ല, ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനും പറ്റില്ല. അവന്റെ ശബ്ദത്തിലെ ഗൗരവം തിരുമേനിക്ക് മനസ്സിലായി. എന്റെ മോൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമില്ലെന്ന് പറയാൻ പ്രസിഡന്റിനെ അവള് പറഞ്ഞു ഏൽപ്പിച്ചിരുന്നോ? അതുവരെയും ഒക്കെ കേട്ടുകൊണ്ടിരുന്ന ശാരദ ചീറിക്കൊണ്ടാണ് ആൽവിയുടെ നേരെ ചെന്നത്. ദേ തള്ളെ, ഇതിന് മറുപടി നിങ്ങളോട് പറയാൻ എനിക്ക് വയ്യാത്തോണ്ടല്ല. പക്ഷെ സമയവും സാഹചര്യവും മാറിപ്പോയി. അതുകൊണ്ട് മിണ്ടാതെ നിന്നോണം. ഒന്ന് പിടിവിട്ടാൽ അവരെ താൻ തല്ലും എന്ന പോലെയുള്ള അവന്റെ സംസാരം കേട്ടതും ശാരദ ഭയന്നു. ഇതിനിടയിൽ അവിടെ ആകെ മൊത്തം പ്രശ്നമായി. നിന്നോട് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എങ്ങാനും ഏതെങ്കിലും വിധത്തിൽ ഈ കല്യാണം വേണ്ടെന്ന് നീ പറഞ്ഞാൽ ആ മൂപ്പിലാനെയും അങ്ങേരുടെ മോനെയും മോളെയും ചേർത്ത് എല്ലാത്തിനെയും ഞാൻ ഒറ്റ വെട്ടിൽ തീർക്കും. മറക്കണ്ട. വല്ലാത്ത പേടിയും ഭയത്തോടെയും ചുറ്റും നോക്കി നിൽക്കുന്നവരുടെ ഇടത് കൈയിൽ അമർത്തിപ്പിടിച്ച് അജിത്ത് ഭീഷണിപ്പെടുത്തിയതും അവൾ പേടിയോടെ പിന്നെയും അവനെ നോക്കി. ഇതിനിടയിൽ പെണ്ണിനോട് അഭിപ്രായം ചോദിക്കാൻ തിരുമേനി പറഞ്ഞതും അതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഇന്ദ്രനും അജിത്തും ശാരദയും കൂടി കയർത്തു. അങ്ങനെ 1ഉം 2ഉം പറഞ്ഞ് അവിടെ ആകെ പ്രശ്നമായി. ആ നേരത്താണ് പോലീസുകാർ അവിടേക്ക് വരുന്നത്. എന്താ ഇവിടെ പ്രശ്നം? അവിടെ എത്തിയ ഒരു കൂട്ടം പോലീസുകാരെ കണ്ടതും ആൾക്കാർ 2 ഭാഗം നിന്നവരും ഒന്നടങ്ങി. സാറേ, ഞങ്ങൾ പെണ്ണിന്റെ കൂട്ടരാണ്. ഞാൻ ഇവിടെ എന്റെ മോളുടെ കല്യാണം സമാധാനമായി നടത്താൻ വന്നതാണ്. ചെറുക്കനും പെണ്ണിനും ചെറുക്കന്റെ കൂട്ടുകാർക്കും ഞങ്ങളുടെ കൂട്ടർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആവശ്യമില്ലാത്ത വ്യക്തിവൈരാഗ്യം കാണിച്ച് ഇപ്പോ പ്രസിഡന്റ് വന്നിപ്പോ കല്യാണം മുടക്കാൻ നോക്കുകയാണ്. ദയനീയമായുള്ള ശാരദയുടെ പറച്ചിൽ കേട്ടതും SI അവരെ ആൽബിയും മാറി മാറി നോക്കി. ആൽബി, ഇവരീ പറയുന്നത് മൊത്തം ശുദ്ധ നുണയാണ് സർ. ഇവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ആകെ പേടിച്ച് തളർന്നു നിൽക്കുന്നവളെ ചൂണ്ടിക്കാട്ടി ആൽബി അത് പറയുമ്പോൾ SI അവളെ ഒന്ന് നോക്കി. ചുമ്മാതാ സാറേ, ഇയാള് കള്ളം പറയുക. ആരാ കള്ളം ആരാ സത്യം പറയുന്നതെന്ന് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ തൽക്കാലം ഇടയിലോട്ട് കയറണ്ട. പറഞ്ഞുകൊണ്ട് അദ്ദേഹം മണിക്കുട്ടിയെ അടുത്തേക്ക് വിളിച്ചു. ആ പെണ്ണിന്റെ കയ്യിൽ നിന്ന് വിടടോ. താൻ അടുത്തേക്ക് വിളിച്ചിട്ടും പെണ്ണിന്റെ കയ്യിൽ പിടിമുറുക്കി നിൽക്കുന്ന അജിത്തിനെ നോക്കിയൊന്ന് കടുപ്പിച്ചുകൊണ്ട് SI പറഞ്ഞു. ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും നീ പറഞ്ഞാൽ. ആരും കേൾക്കാത്ത പോലെ അവൻ ഒന്നുകൂടി ഉറപ്പിച്ചു.
ഇയാളുടെ പേരെന്താണ്? കൺ കണ്ണൂ. അപ്പോഴാണ് ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും ഒച്ചയിലുള്ള വിളി കേട്ടതും മണിക്കുട്ടിയുടെ ശ്രദ്ധ അവിടേക്ക് പോയതും. കുഞ്ഞിപ്പെണ്ണ്. അതുവരെ കരഞ്ഞു കലങ്ങി നിന്നവളുടെ കണ്ണുകൾ ഒറ്റ നിമിഷം കൊണ്ട് വിടർന്നു. ആ നേരം വരെ അവശത ബാധിച്ച കാലുകൾക്ക് ജീവൻ വെച്ച പോലെ അവൾ ഓടി പൂവിന്റെ അരികിലെത്തി. പൊന്നേ. അവൾ കുഞ്ഞിനെ വാരിയെടുത്ത് തെരു തെരെ ഉമ്മ വെച്ചു. കണ്ണു, കണ്ണു ഇവിടെ പോയതാ? നിച്ചു പനിയാ. ഡോക്ടർ സൂചി കുത്തി. നോച്ചിയേ, ടൂട്ടു കുത്തി. തോര വന്ന് കണ്ണു. പെണ്ണ് ചുണ്ടൊക്കെ വിതുമ്പി പറഞ്ഞതും, പോട്ടടാ, നിന്റെ പൊന്നിന് ഇവിടെയാണോ വേദനിച്ചേ, അതോ ഇവിടെയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൾ ആ കുഞ്ഞിനെ നെഞ്ചോട് അടക്കി പിടിച്ച് മുഖത്തും കയ്യിലും കാലിലും ഒക്കെ തെരുതെരെ ഉമ്മ കൊടുത്തു. എടി. ഇത്രയും പേരവളെ നോക്കി നിന്നിട്ടും അവൾ അതൊന്നും നോക്കാതെ കുഞ്ഞിനടുത്ത് വന്ന് കാണിക്കുന്ന സ്നേഹം കണ്ട് ദേഷ്യം വന്ന ശാരദ ഓടി അവൾക്കരികിലെത്തി മണിക്കുട്ടിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചതും പെണ്ണവരെ ഒരൊറ്റ തള്ളായിരുന്നു. ദേ, തൊട്ടു പോകരുത് എന്റെ കുഞ്ഞിനെ. എടി. അത്രയും പേരുടെ മുന്നിൽ വെച്ച് മകള് തന്റെ നേരെ ദേഷ്യപ്പെട്ടത് വല്ലാത്ത അപമാനമായി തോന്നി ശാരദയ്ക്ക്. ഏതാണ്ട് അതേ അവസ്ഥ തന്നെയായിരുന്നു ഇന്ദ്രനും. ഒന്നാമത് അജിത്തും അവനും വേണ്ടപ്പെട്ടവരുമൊക്കെയാണ് ഈ നിൽക്കുന്നത്. അവരുടെ മുന്നിൽ വെച്ചാണ് ഈ കോലാഹലങ്ങളൊക്കെ. എല്ലാത്തിനും ഉപരി മണിക്കുട്ടിയെ താനവന് കല്യാണം കഴിച്ചു കൊടുത്തില്ലെങ്കിൽ മുന്നോട്ടുള്ള പ്രഹരങ്ങൾ എത്രത്തോളം വലുതായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. മണിക്കുട്ടി, മുഹൂർത്തത്തിന് സമയമാകുന്നു. നീ ആ കൊച്ചിനെ ആ കിളവനെ ഏൽപ്പിച്ചിട്ട് വന്നേ. മുന്നിൽ നിൽക്കുന്നത് പോലീസും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയുമാണ്. സംസാരത്തിന്റെ ദിശ മാറി തുടങ്ങിയപ്പോഴേ തിരുമേനിക്ക് ഇതിൽ നിന്നൊന്ന് ഒഴിഞ്ഞാൽ മതിയെ എന്നാണ് നിൽപ്പ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വാശിക്കും ദേഷ്യത്തിനും അപ്പുറം സംയമനമാണ് നല്ലതെന്ന് ഈ നേരം കൊണ്ട് ഇന്ദ്രന് മനസ്സിലായി. അതുകൊണ്ടായിരുന്നു അനിയത്തിയെ അത്രയും സ്നേഹമായി വിളിച്ചതുപോലും. കണ്ണു. പിണങ്ങിക്കൊണ്ട് ചുണ്ടും കൂർപ്പിച്ച് കണ്ണു നിറച്ച് നിൽക്കുന്ന കുഞ്ഞുമോൾ വിളിക്കുമ്പോൾ അതിന്റെ മുന്നിൽ ഇന്ദ്രൻ പറഞ്ഞതൊന്നും സത്യം പറഞ്ഞാൽ മണിക്കുട്ടി കേട്ടില്ല. എന്താ പൊന്നാ, എന്തിനാ കണ്ണിന്റെ പൊന്നിങ്ങനെ കരയുന്നത്? പെട്ടെന്ന് വിതുമ്പി കരയുന്ന കുഞ്ഞിനെ അടക്കി പിടിച്ചുകൊണ്ട് അവള് ചോദിച്ചു. കൺമണി, ചുമ്മാ പ്രശ്നമുണ്ടാക്കാതെ നീ എഴുന്നേറ്റേ. ഇന്ദ്രൻ വന്നവളുടെ കയ്യിൽ പിടിച്ചതും പെണ്ണ് ആ കൈ തട്ടിമാറ്റി. കുഞ്ഞ് കരയുന്നത് കാണാൻ വയ്യേ. അത്രയും ദേഷ്യത്തോടെ പെണ്ണ് ചൂടായതും അവിടെ നിന്ന് എല്ലാവരുടെയും നോട്ടം പെണ്ണിലും കുഞ്ഞിലും മാത്രമായി. എന്തിനേറെ, പ്രശ്നപരിഹാരത്തിന് വന്ന പോലീസുകാർ പോലും അവരെ കേൾക്കാൻ എന്ന പോലെയായിരുന്നു നിൽപ്പ്. കണ്ണു, നിറയെ ഫ്ലവറും വെച്ചല്ലോ, നിച്ചു തന്നില്ല പറയുകയും കുഞ്ഞിപ്പെണ്ണ് ഒരൊറ്റ കരച്ചിലായിരുന്നു. അയ്യോടാ, കണ്ണു ഓർത്തില്ല, മറന്നുപോയി. ഈ പൂവ് മുഴുവനും കണ്ണു പൊന്നിന് വെച്ചുതരാം. പ്ലീസ്, എന്റെ കുഞ്ഞാവ കരയില്ലേ. കരഞ്ഞ പനി പിന്നെയും കൂടും പൊന്നെ. പറയുന്നതിന്റെ ഒപ്പം തന്നെ തലയിൽ എവിടെയൊക്കെ വെച്ചിരുന്ന പൂവും മുഴുവനും അവൾ വലിച്ചെടുത്ത് കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്തിരുന്നു. അപ്പോഴേക്കും വാന്നു തുടങ്ങിയ മൂക്ക് കല്യാണ സാരി കൊണ്ട് തന്നെ തുടച്ച് കൊച്ചിന്റെ കരച്ചിൽ മാറ്റുന്നതിലായിരുന്നു മണിക്കുട്ടിയുടെ ശ്രദ്ധ മുഴുവനും. മോണിക്കുട്ടി, എഴുന്നേൽക്കടി. ചുറ്റും മറ്റാരുമില്ലാത്ത പോലെയുള്ള അവളുടെയും കുഞ്ഞിന്റെയും പ്രവൃത്തികൾ കണ്ടതും അത്രയും നേരം മുന്നിൽ പോലീസിനെ കണ്ടുകൊണ്ട് മാത്രം അടങ്ങി നിന്ന അജിത്തിന്റെ ദേഷ്യം ആളിക്കത്തി. മാറ്റി നിർത്തടി ഇതിനെ. മുരണ്ടുകൊണ്ട് അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒരു കൈപിടിച്ച് മാറ്റാൻ വേണ്ടി അജിത്ത് നോക്കിയതും അത്രയും നേരം മണിക്കുട്ടിയുടെ ഒരു കാര്യത്തിലും അഭിപ്രായം പറയാതിരുന്നവന്റെ കൈ അജിത്തിന്റെ കയ്യിൽ മുറുകി. ഒപ്പം കുഞ്ഞിനെ അവൻ ഉപദ്രവിക്കാൻ വരുന്നു എന്ന തോന്നലിൽ അടുത്തു നിന്ന ആൽബിക്കും ശ്രീധരേട്ടനും സീതയ്ക്കും ഒക്കെ മുന്നേ ഒരുത്തിയുടെ കൈ അജിത്തിന്റെ കവളിൽ വീണിരുന്നു. എന്റെ കുഞ്ഞിനെ തൊടുന്നോടാ. ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിയ മണിക്കുട്ടിയെ കണ്ട് അത്രയും അടുത്തു നിന്ന് ഹരി പോലും ഞെട്ടിയെപ്പോയി. ഒപ്പം ഹരി പിടിച്ചിരുന്ന കുഞ്ഞിനെ അവൾ മൊത്തത്തിൽ വാരി വലിച്ചെടുത്ത് നെഞ്ചോടടപ്പിച്ചു. ഇതിനിടയിൽ പോലീസുകാരും മണിക്കുട്ടിയുടെ വീട്ടുകാരും അജിത്തും ആൽബിയും ഒക്കെ കൂടി വല്ലാത്തൊരു സംഘർഷാവസ്ഥ അവിടെ നിറഞ്ഞു. അവിടെ ആകെ സംഘർഷവും വഴക്കും മാത്രമായി. കാര്യങ്ങളുടെ ഒരു ഏകദേശ രൂപം ചുറ്റുമുള്ള എല്ലാവർക്കും ഇതിനോടകം തന്നെ കിട്ടിയിരുന്നു. സി കൺമണി, ഈ ഒരു കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണമെങ്കിലും തന്റെ അഭിപ്രായമാണ് ഞങ്ങൾക്കറിയേണ്ടത്. താൻ പറയൂ, തനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമുണ്ടോ? ചേച്ചി ചിലപ്പോ സമ്മതം പറഞ്ഞേക്കും സാറേ. അവളോട് എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുന്നേ തന്നെ ആ അന്തരീക്ഷത്തിലെ സകല ബഹളങ്ങളും താണ്ടി
ഒരു കുഞ്ഞു ശബ്ദം മുന്നിലേക്കെത്തി. അത് കേട്ടതും എല്ലാവരുടെയും നോട്ടം ആ കൊച്ചു പയ്യനിലായി. ചേട്ടന്മാരെ! മുന്നിലേക്ക് വന്നവൻ ഹരിയെ ആൽബിയും കണ്ട് കൈപൊക്കി കാണിച്ചു. അന്ന് മണിക്കുട്ടിയെ തിരക്കി അവളുടെ അമ്മാവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ജോലി ചെയ്യുന്ന വീട് കാണിച്ചു കൊടുത്ത അതേ കുഞ്ഞി പയ്യൻ. പരിചയത്തിൽ ചിരിക്കുന്നതിനുമപ്പുറം അവൻ എന്താ പറയാൻ പോകുന്നതെന്നുള്ള തിരക്കായിരുന്നു. ആ നേരം അവരിലെല്ലാരും, എടാ ചെറുക്ക, നീ ചുമ്മാ കളിക്കല്ലേ, ഒന്നുമില്ല സാറേ, ഇവൻ ചുമ്മാ തമാശയ്ക്ക്. അവൻ പോലീസിനോട് എന്തോ പറയാൻ പോവുകയാണെന്ന് നനച്ച് ചെക്കന്റെ അമ്മ അവന്റെ വായും മൂടിക്കെട്ടിക്കൊണ്ട് ഓടി വന്നു പറഞ്ഞു. ആയിക്കോട്ടെ, തൽക്കാലം ഞങ്ങളൊരു തമാശ കേൾക്കാനുള്ള മൂഡിലാണ്. നീ പറഞ്ഞോടാ മോനെ. അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് എസ് ഐ പറഞ്ഞതും ചെറുക്കൻ എല്ലാവരെയും ഒന്ന് നോക്കി കയ്യിലിരുന്ന ഫോണിന്റെ വീഡിയോ പ്ലേ ചെയ്തു. അതിൽ കുറച്ചു മുന്നേ അജിത്ത് അവളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളായിരുന്നു മുഴുവനും. അതോടെ എല്ലാ കാര്യത്തിനും തീരുമാനമായി. അപ്പോൾ തന്നെ അജിത്തിനെയും ഇന്ദ്രനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അത് കണ്ടതും അജിത്തിന്റെ വീട്ടുകാരൊക്കെ ഒരുപാട് ഭീഷണി മുറക്കിയാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. പോലീസുകാരൻ ഇന്ദ്രനെ കൂടി കൊണ്ടുപോകുന്ന കണ്ടതും ശാരദ വന്ന് മണിക്കുട്ടിയുടെ നട്ടപ്പുറത്ത് ആഞ്ഞൊരു തല്ലുകൊടുത്തു. കുഞ്ഞിനെയും എടുത്തു നിന്നവൾ സാരിത്തുമ്പിൽ തട്ടി മുന്നിലേക്ക് വീഴാൻ പോകുന്നത് കണ്ടതും ഹരി അവരെ രണ്ടുപേരെയും തന്റെ ഇരു കൈകൾ കൊണ്ടും നെഞ്ചോടടക്കി പിടിച്ചു. അത് കണ്ടതും ശാരദയുടെ ദേഷ്യം പിന്നെയും ആളിക്കത്തി. ഇത്രയും ദിവസം ഇവന്റെ കൂടെ പുറത്ത് വീട്ടുകാർക്കും കുടുംബക്കാർക്കും നാണക്കേടുണ്ടാക്കിയിട്ട് നിനക്ക് ഇനിയും മതിയായില്ലേടി? സത്യം പറടി, ഇവന്റെ കൊച്ചങ്ങാഴി ഇപ്പൊ നിന്റെ വയറ്റിലായോ?